കഴിഞ്ഞ 5 വർഷമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോവേദന എത്രയാണെന്ന് മായയ്ക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ മായയോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിരിക്കും. മായയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മായ എന്താ ഒന്നും മിണ്ടാത്തത്? ചിന്നമോൾക്ക് അച്ഛനുണ്ടെങ്കിലും അമ്മയില്ല. ഉണ്ണിമോൾക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ അച്ഛ എന്ന് വിളിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ചിന്നമോൾക്കൊരമ്മയെയും ഉണ്ണിമോൾക്കൊരച്ഛനെയും നൽകാൻ മായ വിചാരിച്ചാൽ സാധിക്കും. അതിനുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം മായയ്ക്കാണ്. ഇതൊരു പട്ടുസാരിയാണ്. ഒരുപക്ഷെ മായ മറന്നിട്ടുണ്ടാവും. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മായയ്ക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നാണ് ഈ സാരി. പക്ഷെ അന്നത് മായയ്ക്ക് തരാൻ എനിക്ക് കഴിഞ്ഞില്ല. മായയുടെ ഓർമ്മയ്ക്കായി ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്റെ അനിയത്തി സന്ധ്യയുടെ വിവാഹ നിശ്ചയത്തിന് മായ വരണം. കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ മായ വരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പോകുന്നു. അതിന് ഞാനവിടെ പോയി പെണ്ണ് കെട്ടി താമസിക്കാനൊന്നും പോവുകയല്ല. ഇന്റർവ്യൂ കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഞാൻ വണ്ടി കയറും. വീട്ടിൽ പോയി തല കാണിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഇവിടെ എത്തും. എന്നാൽ എന്ന് വരുമെന്ന് പറയുന്നേ? അടുത്ത വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവും. വെള്ളിയാഴ്ച എത്ര മണിക്ക് വരും? വണ്ടി ലേറ്റ് ആയില്ലെങ്കിൽ, നമ്മുടെ സർക്കാരിന്റെ വണ്ടിയാണേ, കൃത്യം 4 മണി 20 മിനിറ്റ് 10 സെക്കൻഡ് കഴിയുമ്പോൾ അരുമൈ കാതലിക്കിട്ടെ വന്ന് സേറുകേൻ. മദ്രാസിലേക്ക് വണ്ടി കയറിയില്ല, അതിനുമ്പേ തുടങ്ങി പാണ്ടി തമിഴ്. കൂട്ടുകാർ കാത്തുനിന്ന് വിഷമിച്ച് കാണുമല്ലോ. ഏതാണ് പാർട്ടി? കൊള്ളാമല്ലോ. ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. ആ, ഞാൻ വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട, സാറ് വേഗം എത്തിയാ മതി. അതേളാ, ഞാൻ വരുമ്പോ നിനക്കൊരു നീല പട്ട് സാരി കൊണ്ടുവരാം. എപ്പടി കിട്ടിയാ കൊള്ളാം. വണ്ടി വണ്ടി കഴിവറവന്മാര് വണ്ടി എടുക്കുന്ന ഫോൺ ഓടിക്കല. ആളുടെ ആളുടെ
ഉണ്ണിമോൾക്കൊരമ്മയെയും ഉണ്ണിമോൾക്കൊരച്ഛനെയും നൽകാൻ മായ വിചാരിച്ചാൽ സാധിക്കും. അതിനുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം മായയ്ക്കാണ്. കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ മായ വരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പോകുന്നു. മോളെ 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 ഹലോ, ആരാ? മായല്ലേ? ഉണ്ട്. നിങ്ങൾ ആരാ? വിലാസിനമ്മയുടെ വീട്ടിൽ നിന്ന്. ആരാ കത്തിനെ ചേർത്തി? വിലാസിനി അമ്മയുടെ വീട്ടിൽ നിന്ന്. ആ ഹലോ, ഞാനാണ് ഗോപൻ. ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാതെ ഫോൺ കട്ട് ചെയ്യാം. നിന്റെ മോൾ ഇപ്പോൾ എന്റെ കൂടെ ഉണ്ട്. അവളല്ല, നീ പ്രസവിക്കാത്ത നിന്റെ കാമുകന്റെ മകൾ. അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ ആന്റിയുടെ വിവാഹ നിശ്ചയം പൊടിപിടിക്കുകയാണ്. അവിടെ തുള്ളിച്ചാടി കളിച്ചടക്കേണ്ട ആ കൊച്ചിപ്പോൾ എന്റെ കൂടെ ഉണ്ട്. എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. നീ ഉടനെ ഇവിടെ എത്തണം. എനിക്ക് വൃത്തികെട്ട ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരും. അതിനു മുമ്പ് നീ ഇവിടെ വന്നില്ലെങ്കിൽ എന്താ നീ ഒന്നും മിണ്ടാത്തത്? ആലോചിക്കാം. കാമുവിനെ വിളിച്ച് വിവരം അറിയിക്കാമെന്നായിരിക്കും. എങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ആ ഫോൺ വർക്ക് ചെയ്യില്ല. പിന്നെ പോലീസിനെ വിളിക്കാനാണ് പാവമെങ്കിൽ അവരോട് വരുമ്പോൾ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്റെ കുഞ്ഞുമായി സംസാരിച്ചോളൂ. ഇപ്പൊ മനസ്സിലായല്ലോ. നീ ഉടനെ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവളുടെ വീട്ടിൽ ഇന്ന് അവളുടെ ആന്റിയുടെ വിവാഹ നിശ്ചയം പൊടിപൊടിക്കുകയാണ്. അവിടെ തുള്ളിച്ചാടി കളിച്ചിറക്കേണ്ട ആ കൊച്ചിപ്പോൾ എന്റെ കൂടെയുണ്ട്. നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരുന്നു. അതിനു മുമ്പ് നീ ഇവിടെ വന്നില്ലെങ്കിൽ ഈ കുഞ്ഞിനെ ജീവനോടെ കാണാൻ സാധിച്ചെന്ന് വരില്ല. കാവുവിനെ വിളിച്ച് വിവരം അറിയിക്കാമെന്നായിരിക്കും. എങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ആ ഫോൺ വർക്ക് ചെയ്യില്ല. പിന്നെ പോലീസിനെ വിളിക്കാനാണ് ഭാവമെങ്കിൽ അവരിവിടെ വരുമ്പോൾ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്റെ കുഞ്ഞുമായി സംസാരിച്ചോളൂ.
വിളിക്കാം. എന്താ മായ ഉണ്ണിമോട് വന്നില്ലല്ലോ. പരിപാടിക്ക്? ചേട്ടൻ അവിടം വരെ ഒന്ന് പോണം. ഇവിടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ചേട്ടൻ ചെന്നാ മായ വരാതിരിക്കില്ല. ഒന്ന് പോ ചേട്ടാ, പ്ലീസ്. ചിന്നുമോളെ, 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 ചിന്നുമോളെ. ആന്റി, ഞാനാ ആന്റി. ഞാൻ എന്റെ മുറിയിൽ കൂട്ടിയിട്ടിരിക്കുക ആന്റി. വേഗം വരൂ ആന്റി. അപ്പോ ചിന്നുമോൾ അവളിപ്പോൾ അവളുടെ വീട്ടിൽ തുള്ളിക്കളിച്ച് നടക്കുന്നുണ്ടാവും. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ കോവനാളെ പെശയാണെന്ന്. എന്നെ തൊട്ടുപോകരുത്. തനിയെ പഴുത്താൽ മധുരം കൂടും, തല്ലിപ്പഴിപ്പിച്ചാൽ അല്പം കുറയും. തല്ലിപ്പഴിപ്പിച്ചാളയാ അല്ലേ? ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ എന്റെ ശവമേ നിനക്ക് കിട്ടൂ.